എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ തന്നെയാണ്. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസ് ആണ്. ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് ചോറ്റാനിക്കര അമ്പലത്തിന്റെ തൊട്ട് പിറകുവശത്താണ്. എനിക്ക് ഒത്തിരി സന്തോഷം ഇരട്ടിയാവുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെയും തൊട്ടടുത്താണ്. ഇതെൻ്റെ നൈബറും കൂടെയാണ്. ഹായ് ചേച്ചി, എന്താ പേര്? എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പരമ ചേച്ചി ഇവിടെ തന്നെ ഉള്ളതാണ്. എന്ത് ചെയ്യുന്നു ചേച്ചി? അത് ശരി, ഒരു ചെറിയൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷത്തിലോട്ട് പോവാം. സ്റ്റേ ട്യൂൺ. ഒരു മോളാണോ? ഓക്കെ, സന്തോഷം അല്ലേ? ഡേറ്റ് എടുത്ത് അടുത്ത ദിവസം തന്നെ അമ്മ സ്കൂട്ടർ എടുത്ത് ചേട്ടൻ്റെ വീട്ടിൽ. അതെ അതെ, എനിക്കും ഭയങ്കര സന്തോഷം. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ബുക്ക് ചെയ്ത ഒരാള് ചേച്ചിയാണ് കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയും ഇന്ന് തന്നെയാ. ശരി, അപ്പൊ അമ്മ സെലക്ട് ചെയ്ത ഡേറ്റ് ആണ് ഇത്. കുട്ടിക്കാലം തുടങ്ങിയുള്ള എപ്പോഴും പറയുന്നു അച്ഛനമ്മ കല്യാണം കഴിച്ച ദിവസം. പക്ഷേ ഇതായിട്ട് പറഞ്ഞതാണ്, ജോലി നോക്കി തന്ന ഡേറ്റ്. സാരിയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ശരി, ബ്ലൗസ് ഈ കളറാണ് ഏകദേശം പച്ച. അപ്പൊ അച്ഛനാണ് സാർ. ഇപ്പൊ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ അധ്യാപനമാണ്. ഇപ്പൊ വർക്കിംഗ് ആണ്? അല്ല, ഇപ്പൊ മാർച്ച് റിട്ടയറായി. 93 മലപ്പുറം ജില്ലയിലാണ് അധ്യാപന ജീവിതം തുടങ്ങുന്നത്. പ്രൈമറി സ്കൂളിലായിട്ട് തുടങ്ങി. പിന്നെ 2000 എറണാകുളം ജില്ലയിലേക്ക് പോന്നു. അവിടെ നിന്ന് ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ എടുത്ത് പിന്നെ മൂവാറ്റുപുഴ, അതുപോലെ തന്നെ പുളിക്കമാലി തുടങ്ങിയ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ച് HM ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ കണയൂർ JBSന്ന് ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയറായി. എൻ്റെ കല്യാണക്കുറി അച്ഛൻ എഴുതിയ കാർഡ് മതി. അങ്ങനെ ഞാനത് എഴുതി അതിൽ നിന്നാണ് അത് തയ്യാറാക്കിയെടുത്തത്. എന്തായാലും കുഞ്ഞിൻ്റെ തെരഞ്ഞെടുപ്പ് വളരെ നന്നായി. എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാർഡായി മാറിയത്. നമ്മൾ വെഡ്ഡിങ് ടൈമിന് പൂ എടുക്കുന്ന സമയത്തിന്, എക്സ്പെഷ്യലി ഇപ്പൊ തെച്ചിയും തുളസിയും കൂടെ അമ്പലത്തിലെ ലുക്കിനൊക്കെ ഒരുപാട് പേര് പ്രിഫർ ചെയ്യാറുണ്ട്. ഞാനും പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരിക്കലും ഇത്രയും കട്ടിയായിട്ട് ചെയ്യരുത്. അത് നമ്മൾ സാധാരണ കണ്ടിട്ടില്ലേ, ഇലകൾ എടുത്ത് കെട്ടുക തന്നെ വേണം. ഇതിനകത്ത് ഇപ്പൊ തണ്ടുണ്ട്, തെച്ചിയുടെ അത് വളരെ വലുതാണ്. ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ തലയിൽ വെക്കുമ്പോൾ ഇതിനൊരു ഭംഗി കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും വാങ്ങുന്നവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ തിന്നായിട്ട് വേണമെന്ന് പർട്ടിക്കുലറി നമ്മൾ നമ്മുടെ പൂക്കാരൻ്റെ അടുത്ത് പറയാൻ നല്ലൊരു റിസൾട്ട് കിട്ടാൻ. നമ്മൾ ഏറ്റവും ലൈറ്റ് ആയിരിക്കണം ഇത്. പക്ഷെ മുല്ലയുടെ കാര്യത്തിന് തിക്കായിട്ട് വേണം. പക്ഷെ ഇങ്ങനത്തെ പൂകൾ വെക്കുന്ന സമയത്തിന് ഏറ്റവും ലൈറ്റായിട്ട് തന്നെ വേണം. ഇനി ഏത് മല നെക്ലസ് ഉണ്ട്? ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സമയം എപ്പോഴാണ്? മോളുടെ കല്യാണം. സ്വന്തം കല്യാണം കഴിഞ്ഞാൽ. സ്വന്തം കല്യാണത്തിനെക്കാട്ടിയും ചേച്ചി ഡ്രീം ചെയ്തതല്ലേ?
അതെ. ഞാൻ ഇത്രയും നാളും പെമ്പിളരെ ഒരുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്, ഭയങ്കര ഫീലിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്കൊരു ബ്രദർലി ഫീലിംഗ് ആണ്. ഇപ്പൊ എനിക്ക് പക്ഷേ ഫീലിംഗ് മാറി. ഒന്നുകൂടി സുന്ദരമായിട്ട് തൊഴാൻ തോന്നുന്നുണ്ട് ചോറ്റാനിക്ക്. എന്നെ തൊഴുതോ? അല്ലല്ല, ഇത് ആദ്യം ശരിക്കും സമ്മതിച്ചു. സൂപ്പർ, വളരെ വളരെ എന്ത് രസം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ തന്നെയാണ്. കുനിയല്ലേ? ഓ, ഗോഡ് ബ്ലെസ് യു. ദീർഘ സുമംഗലി ഭവ. കേട്ടോ? അമ്മ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അടുത്ത വർഷം അമ്മ നിന്നെ തിരിച്ചോട് സെറ്റ് ചെയ്യുന്നു. ഹരികൃഷ്ണൻസില് വരില്ലേ നീ വരില്ലേ വല്യമ്മ ചോദിക്കുന്നു വല്ല ഇതിപ്പം നീ തയ്പ്പിച്ച സാരിയാണ്. നെയ്തുണ്ടാക്കിയ സാരി. അമ്മയുടെ കല്യാണ സാരി പോലത്തെ തന്നെ എന്റെ ഇതൊക്കെ എനിക്ക് വേണ്ട സാധനം. പക്ഷെ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. 2025 മോഡൽ. മറ്റേത് 1997 മോഡല്. എനിക്കറിയില്ല മുല്ലപ്പൂ, എനിക്കറിയില്ല വേറെ എന്തൊക്കെയായിരുന്നു എന്റെ. പക്ഷെ ഞാൻ വിചാരിച്ചേക്കാളും ഇതാണെന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരിക്കലും എന്നെ വിചാരിച്ചിട്ടേ ഇല്ല, സ്വപ്നം പോലും കണ്ടിട്ടില്ല. പക്ഷെ ഇതാണ്
എനിക്ക് വിരിച്ചേക്കുന്നത് ഇതാണ് ഭംഗി എന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് ചേരുന്ന രീതിയിൽ ചെയ്തത്. ഹാപ്പി ബ്രൈഡ്. യെസ് ഹാപ്പി എല്ലാവർക്കും താങ്ക് യു. ഇനി വരാം, അടുത്ത സാരിക്ക് ഞാൻ വരാം.